നമസ്കാരം. പ്രധാന വാർത്തകൾ. കരുവന്നൂരിൽ നടത്തിയ അഴിമതി രാഷ്ട്രീയം പറഞ്ഞ് മൂടിവെക്കാനാകില്ലെന്നും ധാർമ്മികതയുണ്ടെങ്കിൽ കെ രാധാകൃഷ്ണൻ എംപിയും AC മൊയ്തീൻ MLAയും രാജിവെക്കണമെന്നും തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. അഴിമതിയിൽ നേട്ടമുണ്ടാക്കിയതും പണമുണ്ടാക്കിയതും CPM ആണ്. അഴിമതിയിൽ നേട്ടമുണ്ടാക്കിയതും പണമുണ്ടാക്കിയതും CPM ആണ്. പണം നഷ്ടപ്പെട്ടത് സാധാരണക്കാർക്കെന്നും അവർക്ക് പണം തിരികെ നൽകാൻ പിണറായി സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും ജോസഫ് ടാജറ്റ്. പിണറായിയും സംഘവും നാമാവശേഷമാക്കിയ സഹകരണ മേഖലയെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നതാണ് UDF ലക്ഷ്യമെന്നും DCC അധ്യക്ഷൻ. തൃശൂരിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് വൻ സ്വർണ്ണ കവർച്ച. 45 പവനോളം സ്വർണം കവർന്നു. സംഭവം ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെ. ഹിന്ദി സംസാരിക്കുന്ന 3 പേരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് ഗൃഹനാഥൻ. ഓങ്ങല്ലൂർ മഞ്ഞളിങ്ങളിൽ പാലം പണിയെ തുടർന്ന് നിർമ്മിച്ച സർവീസ് റോഡ് വെള്ളത്തിൽ മുങ്ങി. പരിസരത്തെ വീടുകളിലേക്കും വെള്ളം കയറി. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. യാത്രക്കാരും വലഞ്ഞു. കോട്ടായിയിൽ മരം മുറിക്കുന്നതിനിടെ കൊമ്പ് ദേഹത്ത് വീണ് യുവാവ് മരിച്ചു. ദേശമംഗലം മേലെ തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മുന്നിൽ നിന്നിരുന്ന വയോധികനെ ഇടിച്ചു തെറിപ്പിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. വടക്കഞ്ചേരി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായ നാശം വിതച്ചു. മണ്ണൂരിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താണു. പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്നും ബസ് മോഷണം പോയി. ബസ് അജ്ഞാതൻ മോഷ്ടിച്ചത് പുലർച്ചെ 2:50ഓടെ. ബസ് 5:30യോടെ ജീവനക്കാർ കണ്ടെത്തി. മോഷ്ടാവ് ആരെന്നറിയാൻ CCTVകൾ പരിശോധിക്കുന്നു. വാർത്തകൾ വിശദമായി. കരുവന്നൂരിൽ നടത്തിയ അഴിമതി രാഷ്ട്രീയം പറഞ്ഞ് മൂടിവെക്കാനാകില്ലെന്നും ധാർമ്മികതയുണ്ടെങ്കിൽ കെ രാധാകൃഷ്ണൻ MPയും AC മൊയ്തീൻ MLAയും രാജിവെക്കണമെന്നും തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. അഴിമതിയിൽ നേട്ടമുണ്ടാക്കിയതും പണമുണ്ടാക്കിയതും CPM ആണ്. പണം നഷ്ടപ്പെട്ടത് സാധാരണക്കാർക്കാണ്. അവർക്ക് പണം തിരികെ നൽകാൻ പിണറായി സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ടാജറ്റ് പറഞ്ഞു. പിണറായിയും സംഘവും നാമാവശേഷമാക്കിയ സഹകരണ മേഖലയെ UDF ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും ജോസഫ് ടാജറ്റ് തൃശൂരിൽ പറഞ്ഞു. കരുവന്നൂരിൽ നടത്തിയ അഴിമതിയെ രാഷ്ട്രീയം പറഞ്ഞ് മൂടിവെക്കാനാകില്ലെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. CPM നേതൃത്വം തന്നെയാണ് അന്വേഷണം നടത്തി അഴിമതി കണ്ടെത്തിയത്. ED അഴിമതിയിലൂടെ അന്വേഷണത്തിലും അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് CPM നേതാക്കൾ ഉൾപ്പെടെയുള്ള 28 പ്രതികൾക്ക് സമൻസ് അയച്ചിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയവരാണ് കെ രാധാകൃഷ്ണനും AC മൊയ്തീനും MM വർഗീസും. പാർട്ടിയെ എന്തിന് പ്രതി ചേർക്കുന്നുവെന്നാണ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ ചോദിക്കുന്നത്. അഴിമതിയിൽ നേട്ടമുണ്ടാക്കിയതും നടത്തിയതും CPM ആണ്. അഴിമതിയിൽ പണം നഷ്ടപ്പെട്ടത് സാധാരണക്കാർക്കാണ്. അവർക്ക് ആ പണം തിരികെ കിട്ടാൻ പിണറായി സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അവരോടും കൂറും പ്രതിബദ്ധതയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനതയോട് ധാർമ്മികതയുണ്ടെങ്കിൽ കെ രാധാകൃഷ്ണനും AC മൊയ്തീനും MP MLA സ്ഥാനങ്ങൾ രാജിവെക്കണം. പിണറായിയും സംഘവും നാമാവിശേഷമാക്കിയ സഹകരണ മേഖലയെ UDF ഉയർത്തെഴുന്നേൽപ്പിക്കും. കരുവന്നൂർ കേസിൽ സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കരുവന്നൂർ വിഷയത്തിൽ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് CPM നടത്തിയ അഴിമതിയെ മൂടിവെക്കാനാണ്. CPMന്റെ പാർട്ടി നേതൃത്വം തന്നെയാണ് അവിടെ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തി ശരിവെച്ചത്. അതിനുശേഷം ക്രൈംബ്രാഞ്ചും EDയും വന്ന് ഇത് കണ്ടെത്തി ED പറയുന്നു അഴിമതി നടന്നു എന്ന് പറഞ്ഞ് CPM നേതാക്കളെ CPMനെയും പ്രതി ചേർത്തപ്പോൾ അവിടെ അഴിമതിയില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് CPM നേതൃത്വം എത്തുന്നത് ബാലിശമായ വാദമാണ്. ബഹുമാനനായ CPMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ അബ്ദുൽ ഖാദർ പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ മഞ്ഞളിങ്ങളിൽ പാലം പണിയെ തുടർന്ന് നിർമ്മിച്ച സർവീസ് റോഡ് വെള്ളത്തിൽ മുങ്ങി. സമീപത്തെ വീടുകളിലേക്ക് വരെ വെള്ളം കയറി. ഇതേ തുടർന്ന് വാഹന ഗതാഗതം ഏറെ നേരം സ്തംഭിച്ചു. ഗതാഗത നിയന്ത്രണം വന്നതോടെ യാത്രക്കാർ ഇറങ്ങി നടക്കേണ്ട അവസ്ഥയിലായിരുന്നു. സർവീസ് റോഡിനടിയിൽ വെള്ളം ഒഴുകി പോകുന്നതിനായി ചെറിയ പൈപ്പുകൾ ഉപയോഗിച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ. കുളപ്പുള്ളി IPT മുതൽ നീള ആശുപത്രി വരെയുള്ള പാത നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പാടം ഭാഗത്തെ മഞ്ഞളിങ്ങൽ പ്രദേശത്ത് പുതിയ പാലം നിർമ്മിക്കുന്നത്. പാല നിർമ്മാണം നടത്തുന്നതിനായി സമീപത്തു കൂടി സർവീസ് പാതയും നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനടിയിൽ കൂടി വെള്ളം ഒഴുകിപ്പോകാൻ ഒരു ചെറിയ പൈപ്പ് മാത്രമേ ഇട്ടിരുന്നുള്ളൂ. മഴയെ തുടർന്ന് കൃത്യമായി വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്തതിനാൽ പ്രദേശത്തെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. വീടുകളിലേക്ക് അടക്കം വെള്ളം കയറിയ അവസ്ഥയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. ഞായറാഴ്ച രാവിലെ സർവീസ് പാത വീണ്ടും പൊളിച്ചെടുത്ത് ചെറിയ പൈപ്പ് മാറ്റി വലിയ പൈപ്പുകളിട്ട്
കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. JCB ഉപയോഗിച്ച് പ്രവർത്തികൾ നടത്തുന്നതിനാൽ പാതയിലെ 2 വശങ്ങളിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് രാവിലെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പല യാത്രക്കാരും ഇറങ്ങി നടക്കേണ്ട അവസ്ഥയിലായിരുന്നു. ബസ് ഉൾപ്പെടെ പല വാഹനങ്ങളും തിരിച്ചുപോയി. പട്ടാമ്പി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് തന്നെ പുതിയ പൈപ്പുകളിട്ട് വെള്ളം ഒഴുക്കിക്കളയാനുള്ള നടപടികൾ സ്വീകരിക്കും. നിലവിലെ പാതയുടെ വീതിയിലാണ് പുതിയ പാലത്തിന്റെയും നിർമ്മാണം. വെള്ളം കെട്ടിനിന്നതിനെ തുടർന്ന് ഭിത്തികളും ഇടിഞ്ഞു വീണിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് വൻ സ്വർണ്ണ കവർച്ച. 45 പവനോളം സ്വർണം കവർന്നു. ഹിന്ദി സംസാരിക്കുന്ന 3 പേരാണ് തന്നെ കെട്ടിയിട്ടതെന്ന് ഗൃഹനാഥനായ സോമശേഖരൻ പറഞ്ഞു. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ സോമശേഖരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാലക്കാട്ടെ KSRTC ഡിപ്പോയിൽ നിന്നും ബസ് മോഷണം പോയി. ബസ് അജ്ഞാതൻ മോഷ്ടിച്ചത് ഞായറാഴ്ച പുലർച്ചെ 2:50ഓടെ. 5:30 ജീവനക്കാർ ബസ് കണ്ടെത്തി. മോഷ്ടാവ് ആരെന്നറിയാൻ CCTVകൾ പരിശോധിച്ചു വരുന്നു. ബസ് മോഷണം പോയതറിഞ്ഞ് ജീവനക്കാർ പാലക്കാട് നഗരത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതിനിടെ മോഷ്ടാവ് ബസ് അബൂബക്കർ റോഡിലൂടെ മംഗളം ടവറിന് സമീപത്തേക്ക് എത്തിക്കുകയായിരുന്നു. KSRTC ജീവനക്കാർ പിന്തുടർന്നെത്തുന്നത് കണ്ട് ബസ് ഉപേക്ഷിച്ച് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. പുലർച്ചെ 5:30 ബസ് ജീവനക്കാർ കണ്ടെത്തി. പാലക്കാട് KSRTC ഡിപ്പോ മുതൽ അബൂബക്കർ റോഡിലൂടെയും മംഗളം ടവറിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായിൽ മരം മുറിക്കുന്നതിനിടെ കൊമ്പ് ദേഹത്ത് വീണ് യുവാവ് മരിച്ചു. കോട്ടായി ചെറുകുളം പിലാപ്പത്തൂർ വീട്ടിൽ ഗുരുവായൂരപ്പൻ ശാന്ത ദമ്പതികളുടെ മകൻ 23 വയസ്സുള്ള ശാന്തകുമാറാണ് മരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം മുല്ലക്കര പല്ലൂർക്കാവ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം മുറിക്കുന്നതിനിടയിലാണ് അപകടം. മരം മുറിച്ചുകൊണ്ടിരിക്കെ കൊമ്പ് ശാന്തകുമാറിന്റെ ദേഹത്ത് വന്ന് ഇടിക്കുകയായിരുന്നു. മരക്കൊമ്പുകൾക്കിടയിൽ കുടുങ്ങിയ ശാന്തകുമാർ മരത്തിന് മുകളിൽ വെച്ച് തന്നെ മരിച്ചതായി പറയുന്നു. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ശാന്തകുമാറെ താഴെയിറക്കി. കോട്ടായി പോലീസിന്റെ സഹായത്തോടെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ദേശമംഗലം മേലെ തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മുന്നിൽ നിന്നിരുന്ന വയോധികനെ ഇടിച്ചു തെറിപ്പിച്ചു. ചികിത്സയിലിരിക്കെ വയോധികൻ മരിച്ചു. മേലെ തലശ്ശേരി ചെരുവിൻ പീടികയിൽ 80 വയസ്സുള്ള മൊയ്തീനാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 5:30ഓടെ മേലെ തലശ്ശേരിയിലുള്ള സ്വന്തം വീടിന്റെ മുന്നിൽ നിന്നിരുന്ന മൊയ്തീനെ തൃശൂർ ഭാഗത്തു നിന്ന് മലപ്പുറത്തേക്ക് പോകുന്ന യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ആദ്യം ഓട്ടുപാറ ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി 9 മണിയോടെ മരിക്കുകയായിരുന്നു. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പലയിടത്തും സോളാർ വൈദ്യുത വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം തകർത്താണ് കാട്ടാന ജനവാസ മേഖലകളിൽ എത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപക നാശം വരുത്തിവെച്ചു. എരിഞ്ഞിക്കളത്തിൽ ജയേഷിന്റെ വീട്ടിലെ പ്ലാവിന്റെ കൊമ്പൊടിച്ച് ചക്ക തിന്ന കാട്ടാന തീവണ്ടിപ്പാളത്തിന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെ നിന്നിരുന്ന 2 പനകളും കുത്തിമറിച്ചിട്ടു. ജയേഷിന്റെ വീടിന് സമീപത്തുള്ള കാട്ടാന അറന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെ പ്രദേശത്തെത്തിയ RRT സംഘം തിരച്ചിൽ നടത്തുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തെങ്കിലും മറഞ്ഞിരുന്ന കാട്ടാനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് പുലർച്ചെ 5 മണിയോടെ ഉഷാശങ്കറിന്റെ തൊടിയിലെത്തിയ കാട്ടാന അവിടെയും കൃഷിനാശം വരുത്തിയ ശേഷമാണ് തിരിച്ച് 5 മണിയോടെ കാട് കയറിയത്. കഴിഞ്ഞ ദിവസം മുള്ളൂർക്കരയിലും ആറ്റൂരിലും ചേലക്കര ഉതുവടിയിലും ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാന വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. കുതിരാൻ തുരങ്കപാത തുറന്നുകൊടുത്തതു മുതൽ വടക്കാഞ്ചേരി ചേലക്കര മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. പട്ടാണിക്കാട് മുതൽ ചേപ്പലക്കോട് വരെ സോളാർ വൈദ്യുത വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും ഇവയെല്ലാം തകർത്താണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂരിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താണു. മണ്ണൂർ ചോലക്കുന്ന് വിചിത്ര സുരേഷിന്റെ വീടിന്റെ മുറ്റത്തെ കിണറാണ് ഒരു വശം പൂർണ്ണമായും ഇടിഞ്ഞത്. ഞായറാഴ്ച രാവിലെ 8 മണിക്കാണ് സംഭവം. ശബ്ദം കേട്ടതോടെ വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് കിണർ ഇടിഞ്ഞതായി കണ്ടത്. 22 കോൽ ആഴമുള്ള കിണറാണിത്. 15 വർഷം മുൻപ് നിർമ്മിച്ചതാണിത്. ചുറ്റുമതിലും തകർന്നു. അവശേഷിക്കുന്ന ഭാഗവും വിണ്ടുകീറിയിട്ടുണ്ട്. സംഭവം അറിഞ്ഞ വാർഡംഗങ്ങളായ ഹുസൈൻ ഷഫീഖ്, നൂർജഹാൻ എന്നിവർ സ്ഥലത്തെത്തി. കിണറിന്റെ നഷ്ടപരിഹാരത്തിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് വാർഡംഗം ഹുസൈൻ ഷഫീഖ് അറിയിച്ചു. ചോലക്കുന്ന് വീട്ടിൽ വിചിത്ര സുരേഷ് എന്നവരുടെ വീട്ടിലെ കിണർ ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി കനത്ത മഴയായിരുന്നു, ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ആളപായമില്ലാതെ വളരെയധികം സാഹസികമായാണ് കുടുംബം രക്ഷപ്പെട്ടത്. കാരണം ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കിണറിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം പരമാവധി പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ കലക്ടറുടെ ഭാഗത്തു നിന്നും പറ്റാവുന്ന തരത്തിൽ വാർഡ് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും കൂടി ആലോചിച്ച് വേണ്ടുന്ന തീരുമാനം കൈക്കൊള്ളാൻ നടപടി ഉടൻ ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് ജില്ലാ കേരള ജൈവ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നവരസംഗമം സംഘടിപ്പിച്ചു. ജൈവ കർഷക സമിതി സംസ്ഥാന സെക്രട്ടറി കെ ദിലീപ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ പരുത്തിപ്ര OFAI ട്രെയിനിംഗ് സെന്ററിൽ വെച്ചായിരുന്നു പരിപാടി. ഒഴിച്ചു കൊടുക്കുന്ന പഞ്ചഗവ്യവും ജീവാമൃതം പോലത്തെ വളങ്ങളെ കൊടുക്കാനുള്ള സമയം നമുക്കുണ്ടാവും. അപ്പം
നവര കൃഷിക്ക് നട്ടിട്ട് വളം ഇട്ടിട്ട് നന്നാക്കാന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾ വെച്ച് വെക്കരുത്. നടുന്നതിന് മുമ്പ് വളം കൊടുക്കണം. മഴക്കാലത്ത് അങ്ങനെ ഒരുപാട് വളം കൊടുത്ത് ഒലിച്ചു പോകുന്ന സാഹചര്യം ഉള്ളതാണെങ്കിൽ മഴക്കാലത്ത് ഒഴിവാക്കിയിട്ട് പുഞ്ചയോ മുണ്ടകനോ ചെയ്യാൻ ശ്രമിക്കും വേണം. ഈ സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയിൽ നവര കൃഷി വളരെ വിരിപ്പിന് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കൃഷിയാണ് നവര കൃഷി. ജില്ലാ സെക്രട്ടറി സി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ MK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. OFAI പ്രസിഡന്റ് KP ഇലിയാസ് ആമുഖ പ്രഭാഷണം നടത്തി. വയനാട്ടിലെ നാടൻ നെൽവിത്ത് സംരക്ഷകനായ K ലെനീഷ് നവരകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. നവരനെല്ല് സംഭരിക്കുന്നതിനായി ബന്ധപ്പെട്ട് എലമെന്റ്സ് ഓർഗാനിലെ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് സീനിയർ മാനേജർ സീന പനോളി, റൈസ് പ്രൊക്യൂർമെന്റ് എക്സ്പെർട്ട് KR പ്രതീഷ് എന്നിവർ സംസാരിച്ചു. പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലെ നവരകൃഷി ചെയ്യുന്ന നെൽകർഷകർക്കും ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കും വേണ്ടിയാണ് നവരസംഗമം സംഘടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന എലമെന്റ്സ് ഓർഗാനിക് എന്ന സ്ഥാപനം നല്ല വിലയ്ക്ക് നവരനെല്ല് കർഷകരിൽ നിന്നെടുക്കുമെന്ന് ഉറപ്പു നൽകി. സംഗമത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള 60ഓളം നാടൻ നെൽവിത്തുകളുടെ പ്രദർശനവും ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുടെ പ്രദർശനവും നടന്നു. പരിപാടിയിൽ 50ഓളം കർഷകർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷനും പെൻഷനേഴ്സ് കൂട്ടായ്മയും സംയുക്തമായി ഷൊർണൂർ നഗരസഭ 26-ാം വാർഡിലെ SSLC+2 വിദ്യാർത്ഥികളെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഷൊർണൂർ മുണ്ടായ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. മേഖലാ ട്രഷറർ N ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. മേഖലയാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു ഹൈടെക് മേഖലയായിട്ട് വിദ്യാഭ്യാസത്തെ ഉയർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമായി നൽകുക എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം തന്നെ. പണ്ട് കാലങ്ങളിലൊക്കെ ഞാനൊക്കെ പഠിച്ചത് എന്താ പറയുക, ഫീസ് കൊടുത്തിട്ടാണ്. അതായത് 8, 9, 10 6 രൂപ ഫീസ് കൊടുക്കണം. 1-ാം തീയതി 6 രൂപ ഫീസ് കൊടുക്കണം. 10-ാം തീയതി അതിൻ്റെ അവസാനത്തെ ദിവസം 10-ാം തീയതി 1-ാം തീയതി തെറ്റിച്ചാൽ 10-ാം തീയതി 6.25 രൂപ ഫീസ് കൊടുക്കണം. മേഖലാ സെക്രട്ടറി ചന്ദ്രൻ K, പെൻഷനേഴ്സ് കൂട്ടായ്മ പ്രതിനിധി TR സന്തോഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് K ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N മുണ്ടൻ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് T കുമാരൻ നന്ദി പ്രകാശിപ്പിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ഗണേഷ് ഗിരി ഹൈസ്കൂളിലെ 1978-79 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഷൊർണൂർ നീള റെസിഡൻസിയിൽ സംഘടിപ്പിച്ചു. റിട്ടയേർഡ് DEO ഗോപിനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക മേള കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ജോസഫ് മാസ്റ്റർ, ഭാസ്കരൻ മാസ്റ്റർ, ചന്ദ്രൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകർക്ക് ഗുരുദക്ഷിണ നൽകുകയും പൊന്നാട അണിയിക്കുകയും ചെയ്തു. മുൻ സ്കൂൾ പീപ്പിൾ ലീഡർ മുരളീധരൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിജയൻ T നായർ, വേണുഗോപാൽ, ഹരിദാസ്, രാജേശ്വരി, വേണുഗോപാൽ, ജയശ്രീ എന്നിവർ സംസാരിച്ചു. ബാച്ചിൽ ഉൾപ്പെടാത്ത അംഗങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ സേവാഗ്രാമത്തിന്റെ നേതൃത്വത്തിൽ മണ്ണൂർ പഞ്ചായത്തിലെ മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവരെ ആദരിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖാണ് വിദ്യാർത്ഥികളെ ആദരിച്ചത്. ഈ വിജയം നൽകേണ്ടത്, 1-ാം സ്ഥാനം നൽകേണ്ടത് നിങ്ങളുടെ രക്ഷിതാക്കൾക്കാണ്. അവരാണ് കാലങ്ങളായി നിങ്ങളെ ചേർത്ത് നിർത്തിയത്. അവരുടെ ജീവിതം തന്നെ മാറ്റി ഉറക്കമില്ലാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും അവരാണെന്ന് ഉറങ്ങാതെ നിങ്ങളെ നേരത്തെ വിളിച്ച് ഉണർത്താൻ അലാറം വയ്ക്കുന്നുണ്ടെങ്കിലും അലാറത്തിന് തെറ്റ് സംഭവിച്ചാലോ എന്ന് ഭയന്നുകൊണ്ട് നെട്ടി ഉണരുന്ന ഉമ്മമാരും അമ്മമാരും അതുപോലെ തന്നെ രക്ഷിതാക്കളും. അതുകൊണ്ട് അവർക്കാണ് ഈ വിജയത്തിന്റെ ഏറ്റവും കൂടുതൽ നിങ്ങൾ 1-ാം സ്ഥാനം നൽകേണ്ടത്. മണ്ണൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി SSLC+2, LSS, USS, അബാക്കസ് പരീക്ഷകളിൽ മികവ് തെളിയിച്ച 50ഓളം വിദ്യാർത്ഥികളെയാണ് ട്രോഫി മെഡൽ നൽകി ആദരിച്ചത്. ഉന്നത പഠനത്തിനായി കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്ന് അൻവർ സാദിഖ് ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. മണ്ണൂരിലെ വിദ്യാഭ്യാസ രംഗത്ത് നക്ഷത്ര തിളക്കം നൽകിയ വിജയികൾക്ക് നിയമസഭ സന്ദർശിക്കാനും വിദ്യാഭ്യാസ മന്ത്രിയുമായി അഭിമുഖം നടത്താനും അവസരമൊരുക്കുമെന്ന് അൻവർ സാദിഖ് വാഗ്ദാനം നൽകി. ചടങ്ങിൽ ധന്യ കൃഷ്ണദാസ്, KP മുനീർ, PU റജ്ല, ഹസീന VA, സുലൈമാൻ K, മുസദിഖ് KM, അബ്ദുറഹ്മാൻ KM,
ഫാസിൽ ഓബി, റുബീന അൻവർ സാദിഖ്, കുബ്ര എന്നിവർ സംസാരിച്ചു. KA അബ്ദുൽ ഹക്കീം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഷബിത മുനീർ സ്വാഗതവും ഷഫീർ S നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശമംഗലം മാനവരക്ഷാ സംഘത്തിന്റെ 27ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കലും പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. അതെല്ലാം മാറി ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ നമ്മൾ കുട്ടികളുടെ ആ ശീലം കുട്ടികളത് മറക്കുന്നില്ല. പക്ഷെ നമ്മളത് അവരെ വീണ്ടും മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ആ മൊബൈൽ യുഗത്തിൽ നിന്ന് മാറണം. എൻ്റെ മുന്നിൽ കുറച്ച് കുട്ടികളുള്ളൂ എന്നിരുന്നാലും മൊബൈൽ യുഗത്തിൽ നമ്മൾ മാറണം. കാരണം നമ്മുടെ ആരോഗ്യവും അറിവും എല്ലാം നശിപ്പിക്കുന്നതാണ് നമ്മൾ ഒരിക്കലും പോകാതെ ഒരു റൂമിലിരുന്ന് ഈ ഓൺലൈൻ മാത്രമായിരിക്കുന്നത്. ഒരു ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. നമുക്കറിയാം, പണ്ടൊക്കെ മാതാപിതാ ഗുരു ദൈവമാണെങ്കിൽ ഇപ്പോൾ ഗൂഗിളാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മളായാലും എന്ത് കാര്യം അറിയണമെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വരെ ഇപ്പോൾ മൊബൈൽ അടിച്ച് നോക്കി അറിയാം. എന്ത് കാര്യം അറിയണമെങ്കിലും ഇപ്പോൾ നമുക്ക് AI സംവിധാനം. മാനവരക്ഷാ സംഘം പ്രസിഡന്റ് MB മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC സിന്ധു വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ലക്ഷ്മണൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അവാർഡുകൾ നൽകി അനുമോദിച്ചു. വികസനകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഗോപൻ, CK ബാലൻ, പ്രൊഫസർ പുന്നക്കൽ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി K ഹനീഫ സ്വാഗതവും KC ജയമാരുതി നന്ദിയും പറഞ്ഞു. തുടർന്ന് ആറങ്കോട്ടുകര തില്ലാന മ്യൂസിക് ക്ലബിന്റെ അതിഗംഭീര ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ പച്ചമനുഷ്യൻ അക്ഷരജാല മാഗസിൻ പ്രകാശനം ചെയ്തു. വനമിത്ര പുരസ്കാര ജേതാവ് M ശ്യാംകുമാർ തേങ്കുറിശി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ വർഷത്തെ പരിസ്ഥിതി സംബന്ധമായി പറയുകയാണെങ്കിൽ കാലാവസ്ഥയ്ക്കായി ഇപ്പോൾ എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതിയുടെ സന്ദേശം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, നാളേക്കല്ല. ഇപ്പോൾ നമ്മൾ ഒരു ചെടി വെച്ചാൽ അത് 4 കൊല്ലം കഴിയുമ്പോൾ അത് ഒരു തണലായി, ഒരു താങ്ങായി, പഴങ്ങളും മറ്റ് ആയിട്ട് അത് അതാണ് ഇപ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് ഇപ്പോൾ എന്ന് പറയുന്നതിൻ്റെ ഇപ്പോൾ ഈ മുദ്രാവാക്യം. ഓരോ വർഷവും ഓരോ മുദ്രാവാക്യമാണ് ഈ ഐക്യരാഷ്ട്ര സംഘടന പുറത്തിറക്കുന്നത്. വായനശാല എക്സിക്യൂട്ടീവ് അംഗം റിനിഷ സുഭാഷ് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി KA അജേഷ് സ്വാഗതവും ലൈബ്രറിയൻ V ചിത്ര നന്ദിയും പറഞ്ഞു. വായനശാലയുടെ 50 എഴുത്തുകാരുടെ സൃഷ്ടികളാണ് മാഗസിനിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര കണ്ണംപരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. നൂറുകണക്കിന് ഭക്തർ സപ്താഹ യജ്ഞവേദിയിലേക്ക് എത്തുന്നുണ്ട്. മൊളേരി രഞ്ജിത്ത് നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. അപാരമായിട്ടുള്ള പ്രളയം, ആ പ്രളയം ഒരു കാരണവശാലും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവർ പകല് ഭഗവാനാവട്ടെ എപ്പോഴും കാട്ടിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോൾ ഭഗവാനെ പകൽ സമയത്ത് കാണാനേ പറ്റുന്നില്ല. അപ്പോൾ അവർ ഭഗവാനോടുള്ള പ്രണയം പല പല പാട്ടുകൾ പാടി നൃത്തം വെച്ച് അതുപോലെ തന്നെ കൃഷ്ണസ്മരണയിൽ മുഴുകി അങ്ങനെ കഴിഞ്ഞു വന്നു എന്നാണ്. അതാണ് അടുത്തായിട്ട് പറഞ്ഞത്. പിന്നെ ശംഖചൂടൻ എന്നൊരു അസുരനെ വധിക്കുന്നു, അരിഷ്ടൻ എന്നൊരു അസുരനെ വധിക്കുന്നു. ഇതൊക്കെ കൂടി കഴിഞ്ഞ ശേഷം നാരദ മഹർഷി നേരെ പോവുകയാണ്. എവിടേക്ക്? മധുരയിലേക്ക്. ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടു നാരദ മഹർഷിയെ. ആ നാരദ മഹർഷി ചെന്നിട്ട് പറയുകയാണ്, നമ്മളെ വിചാരിച്ച പോലെയല്ല. സപ്താഹത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾക്ക് പുറമെ രുക്മിണി ഘോഷയാത്രയും നടന്നു. നൂറുകണക്കിന് ഭക്തർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നുവരുന്നു. ചരമം. CPM ജില്ലാ ഓഫീസ് മുൻ സെക്രട്ടറിയും റിട്ടയർഡ് പഞ്ചായത്ത് UD ക്ലർക്കും പറളി സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടറുമായ പറളി എടത്ര വളയംപറമ്പ് പരേതനായ കൊച്ചമ്മയുടെ മകൻ VK കറുമൻ നിര്യാതനായി. 89 വയസ്സായിരുന്നു. ഭാര്യ പാർകുട്ടി. മക്കൾ രാമകൃഷ്ണൻ, സുകുമാരൻ, ബാബുമോൻ, സുനിത. മരുമകൻ രാജൻ. കോട്ടായി കരിയങ്കോട് വാര്യത്തൊടി VC സുന്ദരൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. ഭാര്യ ഉഷാദേവി. മക്കൾ സൂരജ്, സുകന്യ. മരുമകൻ സുമേഷ്. കോട്ടായി ചേന്തങ്കാട് വടക്കേതിൽ വീട്ടിൽ ഉണ്ണി എഴുത്തച്ഛൻ മകൻ വേലായുധൻ എഴുത്തച്ഛൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. ഭാര്യ തങ്കമണി.
മക്കൾ വിജയകുമാരി, ഗീത, സുരേന്ദ്രൻ, പരേതനായ രവീന്ദ്രൻ. പറളി എടത്തറ ആലങ്ങാട്ട് വീട്ടിൽ വിജയകുമാരൻ നായർ നിര്യാതനായി. 78 വയസ്സായിരുന്നു. അവിവാഹിതനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവന്നൂരിൽ നടത്തിയ അഴിമതി രാഷ്ട്രീയം പറഞ്ഞ് മൂടിവെക്കാനാകില്ലെന്നും ധാർമ്മികതയുണ്ടെങ്കിൽ കെ രാധാകൃഷ്ണൻ എംപിയും AC മൊയ്തീൻ MLAയും രാജിവെക്കണമെന്നും തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. അഴിമതിയിൽ നേട്ടമുണ്ടാക്കിയതും പണമുണ്ടാക്കിയതും CPM ആണ്. അഴിമതിയിൽ നേട്ടമുണ്ടാക്കിയതും പണമുണ്ടാക്കിയതും CPM ആണ്. പണം നഷ്ടപ്പെട്ടത് സാധാരണക്കാർക്കെന്നും അവർക്ക് പണം തിരികെ നൽകാൻ പിണറായി സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും ജോസഫ് ടാജറ്റ്. പിണറായിയും സംഘവും നാമാവശേഷമാക്കിയ സഹകരണ മേഖലയെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നതാണ് UDF ലക്ഷ്യമെന്നും DCC അധ്യക്ഷൻ. തൃശൂരിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് വൻ സ്വർണ്ണ കവർച്ച. 45 പവനോളം സ്വർണം കവർന്നു. സംഭവം ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെ. ഹിന്ദി സംസാരിക്കുന്ന 3 പേരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് ഗൃഹനാഥൻ. ഓങ്ങല്ലൂർ മഞ്ഞളിങ്ങളിൽ പാലം പണിയെ തുടർന്ന് നിർമ്മിച്ച സർവീസ് റോഡ് വെള്ളത്തിൽ മുങ്ങി. പരിസരത്തെ വീടുകളിലേക്കും വെള്ളം കയറി. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. യാത്രക്കാരും വലഞ്ഞു. കോട്ടായിയിൽ മരം മുറിക്കുന്നതിനിടെ കൊമ്പ് ദേഹത്ത് വീണ യുവാവ് മരിച്ചു. ദേശമംഗലം മേലെ തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മുന്നിൽ നിന്നിരുന്ന വയോധികനെ ഇടിച്ചു തെറിപ്പിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. വടക്കഞ്ചേരി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായ നാശം വിതച്ചു. മണ്ണൂരിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താണു. പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്നും ബസ് മോഷണം പോയി. ബസ് അജ്ഞാതൻ മോഷ്ടിച്ചത് പുലർച്ചെ 2:50ഓടെ. ബസ് 5:30യോടെ ജീവനക്കാർ കണ്ടെത്തി. മോഷ്ടാവ് ആരെന്നറിയാൻ CCTVകൾ പരിശോധിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.